അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പൊതിച്ചോറാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. മലയാളികളുടെ ഒരു വികാരമാണ്. നല്ല വാട്ടിയ വാഴയിലൊക്കെ അതൊക്കെ പൊതിഞ്ഞ് ആ ഒരു ന്യൂസ് പേപ്പറിന്റെ അതൊക്കെ പൊതിഞ്ഞ് സ്കൂളിലൊക്കെ കൊണ്ടുപോയ ഒരു ഓർമ്മ. അതെ അതെ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം വലിയ വിഭവസമൃദ്ധമായ പൊതിച്ചോറൊന്നുമല്ല, നമ്മുടെ സാധാരണ ഇത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി പാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. പിന്നെ ഒരു മീൻ വറക്കണം. സിലോപ്പിയാണ് നമ്മൾ ഇപ്പൊ 4-5 കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് ഒന്ന് വറക്കണം. പിന്നെ ആദ്യത്തെ നമ്മുടെ പരിപാടി നമുക്ക് എണ്ണ ഒഴിച്ച് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മളിത് നമ്മുടെ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മെഴുക്ക് വരട്ടി, നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് വെക്കുന്നത്. മഞ്ഞൾ 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് വേണം നമുക്ക് മെഴുക്ക് വരട്ടി. അപ്പൊ എളുപ്പം നമ്മൾ പരിപാടിയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് മീനും കൂടെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് എണ്ണ ഒഴിച്ച് അത് ചൂടാകട്ടെ. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെഴുക്ക് വരട്ടി ഇട്ട് കൊടുക്കാവേ. അതെ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഏത് മെഴുക്കുവരട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കോവയ്ക്കായോ നമ്മുടെ വാഴയ്ക്കായോ പച്ചവാഴ പാവയ്ക്ക വേണമെങ്കിലും എടുക്കാം. പാവയ്ക്ക ഇട്ടേക്കുമ്പോൾ ചോറിനൊക്കെ ഇട്ടേക്കുമ്പോഴേ കയ്പും പോവും. വേറെ വെള്ളമൊന്നും ഇളക്കി വെള്ളം മാത്രം ചെറിയ തീയിൽ നമുക്ക് നന്നായിട്ട് വരച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് ഇവിടെ അടച്ചു വെക്കണം. ഇനി നമുക്ക് നമ്മുടെ മീനിന്റെ സംഭവം. മീനിന്റെ അത് നമ്മള് സെയിം കൂട്ടൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും. അധികം ആഡംബരങ്ങളൊന്നും ഇല്ല. അപ്പൊ അവരെല്ലാം ഒന്ന് കുളിപ്പിച്ചെടുക്കുക. ഇത് നമ്മളുണ്ടല്ലോ ഏത് മീൻ വേണേലും എടുക്കാവേ. നമ്മുടെ ഇപ്പൊ ഈ സിലോപ്പിയ മാത്രമേ ഉള്ളൂ. ഈ മഴയൊക്കെ ആയതുകൊണ്ടല്ലോ മറ്റേ കടൽ മീനൊക്കെ കിട്ടാൻ പറ്റും. അതല്ല, അയിലെ മത്തിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ കിട്ടാൻ മാർഗ്ഗമില്ല നമുക്ക്. ഇവിടെ ഭയങ്കര മഴയാണ്. പിന്നെ അതിനല്ല ഈ ദൂരെ നിന്നൊക്കെ വരുന്ന മീനാണ്. മാർക്കറ്റിൽ മീനുണ്ട്, പക്ഷെ ദൂരെ നിന്ന് വരുന്നത്. പക്ഷെ അത് അത്ര അങ്ങോട്ട് ഫ്രഷ് ആണ്. അപ്പൊ നമുക്കിത് ഓരോന്നും വെച്ച് നമ്മൾ പെട്ടെന്ന് കേട്ടോ, നമ്മളിത് റെസ്റ്റിനോ ഒന്നും വെക്കുന്നില്ല. ഇത് നമ്മള് രാവിലെ സ്കൂളിലും ഒക്കെ പോകാൻ നേരം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. പെട്ടെന്ന് നമുക്ക് സംഭവം റെഡിയാക്കി. അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് അപ്പൊ അതൊന്ന് നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. കാര്യം പൊതിച്ചോറിന്റെ അകത്ത് വെക്കുമ്പോൾ നല്ല മുരിഞ്ഞ മീന് രസം. അപ്പൊ അവർ രണ്ടുപേരും വേഗട്ടെ. അപ്പൊ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി. കാര്യം നമുക്ക് ചീനച്ചട്ടി ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് നമ്മളെല്ലാം ചീനച്ചട്ടി തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു തോരൻ, നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മുടെ കൂമ്പ് തോരനാണ് നമ്മുടെ. അപ്പൊ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, നമ്മള് മറ്റേ സവോളയും ഉണക്കമുളകും തേങ്ങയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് മീൻ ഇവിടെ അത് നല്ല റെഡിയായി വരുന്നുണ്ട് സംഭവം. അപ്പൊ അത് ഏകദേശം റെഡി ആയിരിക്കാം. നമ്മൾ ചെറിയ തീയിൽ അവിടെ ഇത് പയ്യെ ആകട്ടെന്ന് വെച്ചാൽ വിളിച്ചതാണ്. അത് റെഡിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എണ്ണ ചൂടായ ഉടനെ കടുക് പൊട്ടിക്കുക. നമുക്ക് ചടപടേന്ന് റെഡിയാക്കണം രാവിലെ. എന്നാലേ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പിള്ളേർക്കാണ് സ്കൂളിലൊക്കെ കൊണ്ടുവരുന്നത്. പഴയ കാലത്തെ ഒരു രീതിയില്ല, നമ്മൾ വാഴയ്ക്കകത്ത് ഓക്കെ. കടുക് അങ്ങ് ഇട്ടുണ്ടെങ്കിൽ പൊട്ടി നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതിന്റെ കൂട്ടത്തില് ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് അങ്ങിട്ടാവേ. നമുക്ക് പിന്നെ അതിനൊന്നും നേരമില്ല. മുളക് പൊടി ഇട്ട് വേണം. നമ്മുടെ വറ്റൽമുളക് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കിന് നമ്മുടെ മുളക് നമ്മുടെ സാധനം എല്ലാം കൊണ്ട് ചേർത്തിട്ട് കൂമ്പ് അരിഞ്ഞിടുമ്പോണ്ടല്ലോ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുവാണെങ്കിൽ അതേത് മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. കാശ്മീരി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം കളർ കിട്ടും. ഇപ്പൊ നമുക്ക് സ്വല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ടേക്കാം. നമ്മളിപ്പോ ഒരു ചെറിയ കൂമ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ എല്ലാം അത്യാവശ്യം കൂട്ടാനൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മെഴുകുവരട്ടി ഉണ്ട്, മീനുണ്ട്, പിന്നെ അച്ചാർ സാധനം മതിയല്ലോ. അതിന്റെ കൂടെ ഒരു മുട്ട ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ അതറിഞ്ഞിരിക്കട്ടെ. അപ്പൊ നമ്മുടെ മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് റെഡിയാകുന്ന സമയത്ത് നമുക്കൊരു മുട്ടയും കൂടെ തരും. നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ടില്ലല്ലോ, ഉപ്പ്
ഇത് മാറ്റല്ലേ റെഡിയായി ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഇല വാട്ടണം. നമ്മൾ ചോറ് കലത്തിലല്ല, നമ്മൾ കുക്കറിലാണ്. എളുപ്പം നമുക്ക് ആകാൻ വേണ്ടിയാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത്. നമുക്ക് മറ്റേ കലത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ ആ അത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നാകും സംഭവം. ഇനി നമുക്ക് മീനിൻ്റെ ഇത് നമുക്ക് എടുക്കാം. ഇതും എടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് തോരനൊന്ന് ഇളക്കി ഇടണം. കാര്യം നമ്മളിപ്പോൾ അതേ അടിപൊളി നന്നായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇളക്കി ഇടണം. നേരത്തെ തന്നെ നമുക്കിവിടെ ഒരു ഓംലെറ്റ് കൂടെ റെഡിയാക്കാം. അതെ ഇതാണ് ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് കഴിക്കാം. ഉള്ളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പില ഇട്ടേക്കാം. നമ്മൾ നേരത്തെ കറിവേപ്പില ഒന്നും ഇട്ടില്ലല്ലോ. ഇനി നമുക്ക് ഓംലെറ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോഴിമുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ, നാടൻമുട്ടയല്ല. പിന്നെ നമുക്കൊരു മേമ്പൊടിക്ക് ഒരു സ്വല്പം തേങ്ങയും കൂടെ ചേർത്തേക്കാം. അപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റ് ആയിട്ട് സാധനം. നമുക്ക് ഒരു കറിവേപ്പില എടുത്തത് ഒരു 5-6 പിച്ചി കീറി അതും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ തോരനും സെറ്റായി കഴിഞ്ഞു. എല്ലാം റെഡി ആയിരുന്നു. ഇനി നമുക്ക് ഇല വാട്ടണം. വളരെ വേഗം പരിപാടികൾ. പരിപാടിയും വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നൊരു വേറൊരു വെറൈറ്റി നമ്മുടെ മീൻ വറുത്ത നമ്മൾ പാനില്ല അതിൻ്റെ അകത്ത് തന്നെ ഓംലെറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ്. മീനിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ പാത്രം കഴുകണ്ട, ഒറ്റ പ്രാവശ്യം പല ഉപയോഗങ്ങൾ പലതാണ്. ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചെറിയ എന്താ പറയുക മുറുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് സംഭവം. ഈ മീൻ വറുക്കുന്നതിൻ്റെ അതല്ലല്ലോ മുട്ട വെജിറ്റബിൾ ഒന്നും അത്ര കൊള്ളൂല. പക്ഷെ മുട്ടയൊക്കെ നമ്മുടെ മീനെ ഫ്രൈ ഒക്കെ ചെയ്ത് ചിലപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് അത് തന്നെ. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ സംഭവം എളുപ്പമാണ്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി തേങ്ങ ഇടുന്ന ഒരു അടിപൊളി ടേസ്റ്റ്. അപ്പൊ നമുക്കെന്നാ ഇനി ഒരു ചമ്മന്തി കൂടെ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ മാങ്ങ ചമ്മന്തി ആയിരുന്നു ഇതിന്റെ സാധനം. പക്ഷെ ഇതിപ്പോ മാങ്ങയുടെ സീസണൊക്കെ മാറിയില്ലേ, നമുക്ക് ഒരു തേങ്ങ ചമ്മന്തി. പൊതിച്ചോറിനൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയുക ഒരു സുഖം വരുത്തുന്നു. അപ്പൊ നമുക്കൊരു ചമ്മന്തി ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഈ മുട്ടയും തോരനൊക്കെ റെഡിയാകട്ടെ. അപ്പൊ ആ സമയത്ത് നമുക്കൊരു ചമ്മന്തി അരച്ചു തരാം. അപ്പൊ നമ്മുടെ ഓംലെറ്റും തോരനും എല്ലാം റെഡിയായി. അപ്പൊ നമുക്ക് ചമ്മന്തിയുടെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ട്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ഉള്ളി. നമ്മളിപ്പോ മുളക് പൊടി എടുത്തത് കാരണം നമുക്ക് വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കാനുള്ള മാർഗ്ഗം. പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാളംപുളി ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നെല്ലിക്കായോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പൊ ഇങ്ങനെയാണല്ലോ വളരെ ബേസ് മോഡലില് ചെയ്യാം. അപ്പൊ നമുക്ക് ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര സാധനം മിക്സിക്കകത്തിട്ട് അടയ്ക്കും. നമ്മുടെ കമ്മിക്കല്ലല്ല മിക്സിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പൊ അത് കൂടെ നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ നമ്മുടെ കറി ഐറ്റംസ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനം നമുക്കൊരു പരിപാടിയാണ്. നമ്മുടെ വാഴയിൽ നിന്ന് വാട്ടിയെടുക്കണം. അപ്പൊ അത് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ സംഭവം എളുപ്പമാണ്. അടുപ്പില്ലെങ്കിൽ നമുക്കിത് വാട്ടിയെടുക്കാം. നമ്മളിപ്പോ സ്റ്റൗവിൽ തന്നെ നമ്മൾ വാട്ടാം. അപ്പൊ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിക്കുക. നമ്മൾ കഴുകിയിട്ടില്ല, വാട്ടിയിട്ട് നമ്മൾ കഴുകുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാട്ടിയിട്ട് കഴുകാന്ന് വെച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. പിന്നെ നടുവശം ഒന്നും പെട്ടെന്നൊന്നായി കഴിഞ്ഞാണ്ടല്ലോ എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാവും. അതൊക്കെ നമുക്കുണ്ടല്ലോ നല്ല സുഖമായിട്ട് പൊതിഞ്ഞെടുക്കാനും പറ്റും. അതെ അതെ എളുപ്പം. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. നമുക്ക് അടുപ്പിന്റെ മേളിലോട്ട് അങ്ങോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിസ്സാര സമയം കൊണ്ട് സംഭവം സെറ്റപ്പ് ആയി കിട്ടും. അപ്പൊ ഇതെല്ലാം വാട്ടി കഴുകി നമുക്ക് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ചോറങ്ങ് പൊതിയാം കേട്ടോ. അപ്പം റെഡി ആയിക്കൊണ്ട് ഇപ്പൊ വരാം. അപ്പൊ നമ്മുടെ സകല വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കി. ഇനി നമുക്കൊന്ന് പൊതിയണം. അപ്പൊ നമ്മൾ ഇലയൊക്കെ വാട്ടി കഴുകി റെഡിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങി. കാര്യം അതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഉള്ള സൗകര്യം ചോറൊന്ന് വിളമ്പിക്കുക. ഇവിടെ അങ്ങനെ നിൽക്കട്ടെ. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് എന്തുമാത്രമാണ് നമ്മുടെ അതിനനുസരിച്ച് നമ്മൾ പൊതിയുക. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കറികൾ അങ്ങോട്ട് വിളമ്പാം. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഇല പിടിച്ചേ. ഇതിനകത്തോട്ട് ഒരു മീൻ കഷ്ണം. ഇത് വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വെക്കാം. ഒരെണ്ണം കൂടെ വെക്കാം. എന്താണെന്നറിയോ, നമ്മുടെ കൂടെ ചിലപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കാൻ ആരെങ്കിലും കൂടെ കാണുമല്ലോ. അപ്പോൾ അവർക്കൂടെ നമ്മൾ കരുതിക്കണം എപ്പോഴും. അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ടൊന്ന് പൊതിക്കാം.
ഇനി വേണമെങ്കിൽ നമ്മുടെ മീൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തും വെക്കാം. പക്ഷേ മീനിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുള്ള് കാണുമല്ലോ. അപ്പം അങ്ങനെ സെപ്പറേറ്റ് അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് മുരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നല്ല കളറും നല്ല കറുമുറന്നിരിക്കും സംഭവം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അവിടെ എടുക്കുക. ഇനി നമ്മുടെ തോരൻ കൊള്ളാതില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ മുട്ടയും അങ്ങോട്ട് പൊതിയാം. തോരൻ വിളമ്പിക്കുക എളുപ്പ പരിപാടി നടക്കട്ടെ. മുട്ട നമുക്ക് അങ്ങോട്ട് മാട്ടക്കി അങ്ങോട്ട് എടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് പൊതിയുക. തോരൻ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. മെഴുക്ക് വരട്ടി തോരനും പരിപാടിയല്ല. മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം അവന് നമുക്ക് മീനിൻ്റെ കൂടെ തന്നെ വെച്ചേക്കാം. നോൺ വെജ് എല്ലാം ഒരു സൈഡിലോട്ട് ഇരിക്കട്ടെ. അവിടെ ഇതിങ്ങോട്ട് മാറ്റിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ചമ്മന്തി ഇത് ഒരു സ്വല്പം കൂടുതൽ വെക്കണം നമുക്ക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പൊതി എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുണ്ടല്ലോ എപ്പോഴും കറികളും ചോറും എല്ലാം ഒരു സ്വല്പം കൂടുതൽ. കാര്യം നമ്മുടെ കൂടെ ചിലപ്പോൾ കൂടെ ആൾക്കാർ കഴിക്കാൻ കാണുമല്ലോ. എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. സ്കൂളിലെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രസമാണ്. ആദ്യം തന്നെ കറി അങ്ങ് തീർക്കും. പിന്നെ നമ്മുടെ അച്ചാറ്, ഇത് നമ്മുടെ ബീട്രൂട്ട് അച്ചാറാണ്. മാങ്ങ അച്ചാറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പം ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ വേണം നമുക്ക് വെക്കാം. എല്ലാ സാധനം വേണം. ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലും വേണം. അപ്പം നമ്മൾ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ഇലയൊന്ന് മടക്കി നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് കീറത്തില്ല. അപ്പം അത്യാവശ്യം നമ്മുടെ വലിപ്പമൊക്കെ നമ്മുടെ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ നോക്കി നമുക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ വേണം ചെയ്യാം. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ പൊതിയുന്നതാണ് അതിൻ്റെ ആ ഒരു സുഖം. നമ്മൾ എത്ര വലിയ കവറിൻ്റെ ഇട്ടാലും ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭംഗി വരില്ല. പണ്ട് തൊട്ടേ നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഇല എടുക്കുന്നത്. 2 ഷീറ്റ് പേപ്പർ ഇട്ടേക്കണേ. കാര്യം എല്ലാം ചിലപ്പോൾ ഉണ്ടല്ലോ പൊട്ടിപ്പോകും. ഇല ഇത് വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഈ ന്യൂസ് പേപ്പർ ഇട്ട് വെക്കുവാണല്ലേ നമ്മൾ പിന്നെ എടുക്കുമ്പം ഉള്ളൊരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു റബ്ബർ ബാൻഡ് കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇത് നമ്മുടെ പൊതിച്ചോറ് ഇതിപ്പോൾ 2 പേർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരാൾ കൂടെ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കൊക്കെ പോകുന്നവർ സാറിന് ഇപ്പം ഡെയിലിയൊക്കെ പോകുന്നവർ മറ്റേ ടിഫിൻ ഒക്കെ ആയിരിക്കും. കാര്യം മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരു പൊതിച്ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം, അതിൽ നിന്ന് ആ വാട്ടി ഇടയ്ക്കകത്ത് ചൂട് ചോറ് വാരി കഴിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ്. പണ്ട് കാലത്തെ ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് വരും അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്ക്. അധികം കറികളൊന്നും വേണ്ട. ഒരു മെഴുക്ക് വരട്ടി തോരൻ, പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റേ ഒഴിച്ചുകറിയൊക്കെ നമുക്ക് ചെറിയ പാത്രത്തിൻ്റെ അകത്തൊക്കെ ആക്കി കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ പണ്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കഴിച്ചു നോക്കുക. സംഭവം അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലും സാധനങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കുക. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ. പിന്നെന്താ വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking